ഹലോ മച്ചാന്മാരെ, ഇന്ന് നമ്മൾ പുതിയൊരു വർക്കുമായിട്ട് വന്നിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ വർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കാണുന്ന ബിൽഡിംഗ് ഉണ്ടോ, ഈ കാണുന്ന ബിൽഡിങ്ങിൻ്റെ 2 നിലയുടെ ഫ്രണ്ടിൽ നിന്ന് മേലെ നിന്ന് ഫ്രണ്ടിലോട്ട് ഒരു 12 അടിയുടെ ഷീറ്റ് സെറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പം അതിൻ്റെ അകത്തുള്ള റിസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്രാവശ്യം നമ്മൾ തൂണൊന്നും ഇല്ലാണ്ടുള്ള പരിപാടിയാണ്. അപ്പോൾ തൂണില്ലാണ്ട് 12 അടിയുടെ ഷീറ്റ് ഇങ്ങോട്ട് നിർത്താനുള്ള പരിപാടി ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്കാഫോൾഡിങ്ങെല്ലാം സെറ്റാക്കിയിട്ടാണ് സംഭവം റെഡിയാക്കാൻ പോകുന്നത്. അപ്പോൾ ആ ഉയരത്തിൽ ആദ്യം തന്നെ സ്കാഫോൾഡിങ്ങൊക്കെ റെഡിയാക്കി വെച്ചു. പിന്നെ നമ്മൾ മെയിനായിട്ടുള്ളത് ഡ്രസ്സ് അടിക്കുക എന്ന പരിപാടിയാണ്. അപ്പോൾ ഡ്രസ്സ് അടിച്ച് പെയിൻ്റൊക്കെ അടിച്ച് റെഡിയാക്കി എടുക്കുമെന്ന് ആദ്യത്തെ പരിപാടി. അതെല്ലാം ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് കഴിയുമ്പോൾ നമ്മളിനി ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡ്രസ്സ് മെയിൻ സ്ലാബിൻ്റെ അടിയിലും മേലെയായിട്ട് സെറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സ്ലാബിൻ്റെ മുകളിൽ നിന്ന് തുളച്ചിട്ട് ബോൾട്ട് ഇടുകയാണ്. അപ്പം ലീക്കിൻ്റെ പ്രശ്നമൊന്നുമില്ല, കാരണം ഭാവിയിൽ മേലെ ടോപ്പ് റൂഫിങ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നതാണ്. അപ്പം ലീക്കേജിൻ്റെ വിഷയങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ 2 സൈഡിലും പൈപ്പ് സെറ്റാക്കിയിട്ട് പിന്നെ ബോൾട്ട് ചെയ്യുകയാണ്. അത് കഴിഞ്ഞിട്ട് അത് ഫുള്ള് വെൽഡ് ചെയ്ത് അവിടെ ആ ഭാഗത്ത് മൊത്തം കോൺക്രീറ്റും ചെയ്തിടുന്നുണ്ട്. അപ്പം ലീക്കേജിൻ്റെ വിഷയമില്ല, അതുപോലെ തന്നെ സേഫ്റ്റിക്കും വിഷയമില്ല. കാരണം അടിയിലും മേലെയും സപ്പോർട്ട് ഉള്ളതുകൊണ്ട് തന്നെ കാറ്റ് പിടിച്ച് പോകുന്നുള്ള പേടിയൊന്നും വേണ്ട. കാരണം ഇതിൻ്റെ ഫ്രണ്ടിലോട്ട് നമുക്ക് തൂണിട്ടിട്ട് ഇടൽ ഭയങ്കര റിസ്ക്കാണ്. അപ്പം തൂണില്ലാണ്ട്, കാരണം തൂണിട്ട് കഴിഞ്ഞാൽ പിന്നെ ആ ഫ്രണ്ടിൽ വണ്ടിയെല്ലാം കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ പിന്നെ എല്ലാ ഫില്ലറിനും നേരെ നമ്മൾ ഇത് റെഡിയാക്കി എടുക്കുകയാണ്. കടക്കോൽ ഡ്രസ്സ് റെഡിയാക്കി എടുത്തിട്ട് ഫുള്ള് ആദ്യം തന്നെ 4 5 ഉണ്ടായിരുന്നു, അതെല്ലാം മൊത്തം ഫിറ്റാക്കി വെക്കുകയെന്ന് ആദ്യം തന്നെ ചെയ്തിട്ടുള്ളത്. ഡ്രസ്സിൻ്റെ പരിപാടിയെല്ലാം കഴിയുമ്പോൾ നമുക്ക് വെക്കേണ്ടത് പർലിങ്ങാണ്. പർലിങ് നമ്മൾ 1.5 16-ൻ്റെ പൈപ്പാണ് ഇപ്രാവശ്യം യൂസ് ചെയ്തിരിക്കുന്നത്. കാരണം അത്യാവശ്യം വലിപ്പമുള്ളതുകൊണ്ട്, ലെങ്ത് ഉള്ളതുകൊണ്ട് തന്നെ പിന്നെ 1.5 പൈപ്പ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം പട്ടികയെല്ലാം ഏകദേശം വെൽഡ് ചെയ്ത് തീരാനായിട്ടുണ്ട്. ഇനി നമുക്ക് പാത്തിയുടെ ഒരു വർക്കും കൂടി ചേരുന്നുണ്ട്. ഇതിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ ഫുള്ള് നീളത്തിൽ പാത്തി വെക്കുന്നുണ്ട്. അപ്പം ഇനി പാത്തി ക്ലാമ്പിൻ്റെ പണിയാണുള്ളത്. പാത്തി ക്ലാമ്പും വെച്ച് റെഡിയാക്കുന്നുണ്ട്. എല്ലാം കഴിയുമ്പം ഇനി ഷീറ്റിൻ്റെ പണിയുണ്ട്, ഷീറ്റ് ഇടണം. പിന്നെ ബാക്കി പെയിൻ്റെല്ലാം ടച്ച് ചെയ്ത് റെഡിയാക്കണം, പാത്തി ഫിറ്റാക്കണം. അപ്പം ഇത്തിരി ഉയരത്തിലായതുകൊണ്ടുള്ള റിസ്ക്, സ്കാഫോൾഡിംഗ് ഒക്കെ ഇട്ടിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലെയുള്ള വീഡിയോകൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ അതുപോലെയുള്ള ഇതിനുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഇതുപോലെയുള്ള വർക്കുകൾക്ക് വേണ്ടി നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക. നമ്മൾ കണ്ണൂർ ജില്ലയിലാണ്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള ഒത്തിരി വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്, വർക്കുകളും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ആ വർക്കിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ ചാനലിലിട്ടിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കയറി കാണാൻ ശ്രമിക്കുക. അപ്പം നമ്മുടെ വർക്ക് ഏകദേശം ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഷീറ്റൊക്കെ അടിച്ചിട്ടുണ്ട്, പാത്തിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വർക്ക്. വർക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പം തൂണില്ലാതെ ചെയ്തൊരു വർക്കാണ്. അപ്പോൾ വർക്ക് എങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായം പറയാം. വർക്കും വീഡിയോയും എല്ലാത്തിനെക്കുറിച്ചും നിങ്ങളുടെ അഭിപ്രായം പറയുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ബൈ.